നമസ്കാരം, വർഷയാണ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കലാകാരിയെ പരിചയപ്പെടാനാണ്. പേര് ലക്ഷ്മി നന്ദ അല്ലേ? ലക്ഷ്മി നന്ദ സി. ഇപ്പൊ എന്ത് ചെയ്തു, +2 കഴിഞ്ഞ് നിൽക്കുവാണ്. ആള് ചെറുതാണെങ്കിലും ആളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതാണോ, ഇതില് ഫോട്ടോ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ ഫ്രണ്ട്സ്? ഉണ്ട്. പോർട്രേറ്റുകൾ കൂടുതൽ നമ്മൾ അങ്ങനെ വരച്ച് കാണാറില്ല. സാധാരണ വരക്കാൻ പഠിക്കുന്നവരൊക്കെ ആദ്യം തന്നെ സീനിയറി ഒക്കെയാണ് വരച്ച് കാണാറ്. പക്ഷെ ഇത് പോർട്രേറ്റിലാണ് ലക്ഷ്മിയുടെ ഒരു ഇതം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വരച്ചു തുടങ്ങിയത്? എങ്ങനെയാണ് വര പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു? അത് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ട്യൂട്ടോറിയൽ കണ്ടേരം അങ്ങനെ തുടങ്ങിയതാണ്. ആ ഒരു 6 തീരുന്ന ഒരു സമയത്ത്, 6ാം ക്ലാസ് തീരുന്നതായിട്ട്. എന്നിട്ട് പിന്നെ അത് ഞാൻ പിന്നെ നിർത്തിയിട്ടില്ല. അതങ്ങ് പോയി. പിന്നെ അതിൽ തന്നെ പോർട്രേറ്റ്സ് ഇറക്കുന്ന കണ്ടു. പിന്നെ BTSലേക്ക് എത്തി. BTSൽ അവർ ഓരോരാളെ വരച്ച് ശീലമായി. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ ഞാൻ അനിമയിലേക്ക് വന്നു. പിന്നെ ഞാൻ വരച്ചു കൊടുക്കാൻ തുടങ്ങി. കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതെ, BTS കൊറിയൻ ആ ഒരു അവരോട് റാപ്പിനോടും ഒക്കെയുള്ള ഒരു സ്നേഹം പിള്ളേർക്ക് കൂടുതലാണ്. അപ്പം മോളുടെ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗായകരുടെ ഒരുപാട് പോർട്രേറ്റുകൾ കാണാം അല്ലെ? അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു തുടങ്ങി, ഇത് നമുക്ക് തരുമോ, വരച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഇപ്പൊ ഈ ചെറിയ പ്രായത്തില് ചെറിയൊരു വരുമാന മാർഗം കൂടി ഈ തന്റെ കലയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞവര് അല്ലെ, കപ്പിൾസ് ഫോട്ടോ ഒക്കെ അയച്ചു തരും. അതെങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? അത് ഈ ഫ്രെയിം വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയും ഞാൻ വരക്കുന്നത്. അപ്പൊ അവര് ഇങ്ങനെ ക്ലയൻസിനോട് വെച്ചിട്ട് എനിക്ക് തരും. ഞാനത് വരച്ചു കൊടുക്കും. അവര് ഫ്രെയിം ചെയ്ത് കൊടുക്കും. അങ്ങനെ വലിയ കാര്യമാണ്. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാം. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പാരന്റ്സ് നോക്കുമെങ്കിലും ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്കൊരു കഴിവുണ്ട്. അതിനെ എങ്ങനെ പണമാക്കി മാറ്റുക എന്ന് ചിന്തിക്കുന്നതിൽ വലിയ സന്തോഷം തോന്നുന്നു. പിന്നെ വേറെ ഈ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് എവിടെയെങ്കിലും ബാരിയറായിട്ടോ ഈ വരച്ചു തുടങ്ങുമ്പോ പഠിക്കാത്തത് എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും തോന്നിയോ? ഇല്ല, യൂട്യൂബിലും എല്ലാവരും സഹായമുണ്ട്. പിന്നെ എനിക്ക് പറ്റാത്ത നേരം വീട്ടിൽ നിന്ന് സഹായിക്കുന്നുണ്ട്. അമ്മ വരക്കുന്നതാണ്. അമ്മ എനിക്ക് തെറ്റിയതെല്ലാം തിരുത്തി തരുത്ത അങ്ങനെയെല്ലാം ഉണ്ട്. അതെ, അമ്മയും ഏട്ടനും രണ്ടുപേരും ചിത്രകാരന്മാരാണ് അല്ലേ? ഏട്ടന്റെ പേരെന്തായിരുന്നു? ആദിത്യരാജ്. അമ്മ ബിന്ദു ചേച്ചി നന്നായി ചിത്രം വരയ്ക്കുന്നതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയ എന്താ പറയണ്ടേ, ഒരു പാരമ്പര്യമായി കിട്ടിയതാണ് കല. ഏതൊക്കെ മാധ്യമങ്ങളിലാണ് വരയ്ക്കുന്നത്? പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറും എല്ലാം ഞാൻ ചെയ്യും. എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ അതിലെല്ലാം ട്രൈ ചെയ്യും. അതല്ലേ മെയിൻ ആയിട്ട്. ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും പിന്നെ പെയിന്റ് ഞാൻ ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബോൾ പെൻ ഉപയോഗിക്കാറുണ്ട്. പെന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. ഏതാ കൂടുതൽ ഇഷ്ടം? കയ്യിൽ വഴങ്ങി വരുന്നത് ഏതാ? പെൻസിൽ തന്നെയാണ്. ഗ്രാഫിറ്റി ചാർക്കോൾ ഉപയോഗിച്ചിട്ടുള്ള പോർട്രേറ്റ്സ് ആണ് ഇഷ്ടം. പിന്നെ ഇനി കൂടുതലായിട്ട് ഇന്ന സാധനം വരയ്ക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ മനസ്സിലുണ്ടോ? ഇപ്പൊ എനിക്ക് മാർബിൾ സ്റ്റാച്യൂസിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് അതിനെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ഇതില്ല. എങ്ങനെയാണ് എന്റെ കയ്യിലേക്ക് അത് വഴങ്ങി വരിക എന്നാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈപ്പർ റിയലിസ്റ്റിക് ഉള്ളതെല്ലാം നോക്കാനാണ് എനിക്ക് ഇപ്പൊ താല്പര്യം. യൂട്യൂബ് വീഡിയോസും ട്യൂട്ടോറിയൽസ് ഒക്കെ ആണ് അതിന്. അതെ, അത് വരച്ച് ഞാൻ തന്നെ കുറെ മിസ്റ്റേക്സ് എല്ലാം തിരുത്തി അതിൽ അടുത്ത ചിത്രത്തില് ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യും. അതെ, അങ്ങനെയാണ്. ഇപ്പൊ +2 കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇനിയിപ്പോ ഞാൻ കീമിന് കാത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോ എഞ്ചിനീയറിംഗ് എടുത്ത് പോകണം. അപ്പൊ ഭാവിയിൽ നല്ലൊരു കലാകാരിയായി എഞ്ചിനീയറായി മാറട്ടെ. എഞ്ചിനീയറിംഗിനും വേണ്ടി വരുമല്ലോ ചിത്രം, നമുക്ക് എപ്പോഴും വേണ്ടി വരും അല്ലെ? ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ വരക്കാനും ഒക്കെ. അപ്പോൾ നല്ലൊരു കലാകാരിയായി എഞ്ചിനീയറായിട്ട് മോള് വളരട്ടെ. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു.